ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വചനത്തിൻ്റെ ഉൾക്കാഴ്ചയും വചനത്തിലൂടെയുള്ള ദൈവിക ജ്ഞാനവും ദൈവിക വെളിപ്പെടുത്തലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന എന്നിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും ഒരേ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുക. ഒരേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഓരോ വ്യക്തിക്കും ആവശ്യമായ വിധത്തിൽ ഉള്ളിലിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന വചനത്തിൻ്റെ വ്യാഖ്യാനവും ശക്തിയും ഈ വചനത്തിലൂടെ സൗഖ്യവും ആനന്ദവും എല്ലാം കർത്താവ് നൽകിക്കൊണ്ടേയിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? പറ, വിശ്വസിക്കുന്നുണ്ടോ? നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നല്ല ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ അങ്ങോട്ട് പറയൂ. ഒന്നുകൂടെ സ്വരമുയർത്തി പറയൂ. ഒന്നുകൂടെ നല്ല ശബ്ദത്തിൽ പറയൂ. നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഹല്ലേലൂയ പറയിപ്പിക്കും, കൈ ഉയർത്തിക്കും, കൈ അടുപ്പിക്കും. എന്തിനാണെന്നറിയോ? കണ്ണടച്ച് ധ്യാനിക്കാതെ കണ്ണ് തുറന്ന് ധ്യാനിക്കാൻ. അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വചനത്തിൽ ഉൾക്കാഴ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി വലിയ വിഷമത്തോടെയാണ് ആ സഹോദരി എൻ്റെ അടുത്ത് വന്നു. അവളുടെ വിഷമത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 12 വർഷമായിട്ട് ആ സഹോദരി തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കാര്യം നടത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പല പ്രാവശ്യം ധ്യാനം കൂടി, അണക്കര പോയി ധ്യാനത്തിൽ കൂടി, അട്ടപ്പാടി പോയി ധ്യാനത്തിൽ കൂടി, കിട്ടാവുന്ന കൺവെൻഷൻ എല്ലാം കൂടി. വർഷം എത്ര കഴിഞ്ഞു? ആദ്യം പറഞ്ഞ വർഷം ഓർത്തില്ലേ? 12 വർഷം കഴിഞ്ഞു. ഇതുവരെ കാര്യം നടത്തി കിട്ടുന്നില്ല. അതുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതിനാൽ മനസ്സ് ദുഃഖിച്ച്, മനസ്സ് വേദനിച്ച്, നിരാശപ്പെട്ട്, അസ്വസ്ഥതയോടു കൂടിയാണ് അവൾ എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ ഈ സഹോദരി പറയുന്ന കാര്യമെല്ലാം കേട്ടിട്ട് ചെറിയ ഒരു പരിഹാസ ചിരിയോടുകൂടി ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നീ എത്ര വർഷം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നീ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആരാണോ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരേണ്ടത്, ആ കർത്താവിൻ്റെ ശൈലി എന്താണ് എന്ന് നീ അറിയണം. അപ്പം ഈ സഹോദരി 12 വർഷം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം എന്താ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ട് ദുഃഖിച്ച് നിരാശപ്പെട്ട് പരാതിയും ദുഃഖവുമായിട്ട് നടക്കാൻ കാരണം എന്താ? മനസ്സിലായോ? കാരണം എന്താ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണ്ട കർത്താവിൻ്റെ ശൈലി അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഇത്ര വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. എല്ലാ ദിവസവും ഞാൻ ഇടവക ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നുണ്ട്, ധ്യാനത്തിൽ കൂടുന്നുണ്ട്, കൺവെൻഷൻ കൂടുന്നുണ്ട്, എന്നിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ, കാര്യം നടത്തി കിട്ടാത്തതിനോട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, പള്ളിപ്പോക്ക് നിർത്തുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന നിർത്തുന്നുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാ കാരണം ഞാൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവിൻ്റെ ശൈലി അറിയാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രാർത്ഥന കൂടുതൽ ദൈവാനുഭവം നിറഞ്ഞതാകണമെങ്കിൽ, എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവുമായുള്ള ബന്ധം ആഴപ്പെടണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അത് നഷ്ടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, തകർച്ചകളുണ്ടാകാം, അപമാനങ്ങളുണ്ടാകാം, കഷ്ടതകൾ എന്തുണ്ടായാലും അവിടെ മനസ്സ് മടുക്കാതെ, ദുഃഖിക്കാതെ, നിരാശപ്പെടാതെ, പരാതി പറയാതെ എന്നും എപ്പോഴും സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കണമെങ്കിൽ
ഞാൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശൈലി അറിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കർത്താവിൻ്റെ ശൈലി അറിയാവോ? അറിയാച്ചാ പക്ഷെ അത് അച്ഛൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. ശരിയല്ലേ? ശൈലി അറിയാം. ഞാൻ ഇങ്ങനെ ദുഃഖിച്ച് നിരാശപ്പെട്ട് ഈ ധ്യാന കേന്ദ്രങ്ങളെല്ലാം പോയി ധ്യാനം കൂടിയിട്ടും മനസ്സിന് സന്തോഷം കിട്ടാതെ വിഷമിച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരിക്ക് ഞാൻ കർത്താവിൻ്റെ ശൈലി പറഞ്ഞു കൊടുത്തു. ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്ത ശൈലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കർത്താവിൻ്റെ ശൈലി ശ്രദ്ധിച്ചു. കരമുയർത്തി കരമുയർത്തി കൈ കുഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. കരമുയർത്തി കരമുയർത്തി കൈ കുഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. സ്വരമുയർത്തി സ്വരമുയർത്തി സ്വരം പോയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. മുട്ടുകുത്തി മുട്ടുകുത്തി മുട്ടു പൊട്ടിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. സഹിച്ച് സഹിച്ച് സഹനം ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. എന്ത് മനസ്സിലായി? വല്ലതും മനസ്സിലായോ? ശ്രദ്ധിച്ചു. എന്താ ഞാൻ പറഞ്ഞു കൊടുത്തതെന്നറിയാവോ? കരമുയർത്തി കരമുയർത്തി കൈ കുഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. ഈ ഉയർന്നു നിൽക്കുന്ന കരം കുഴയുന്നത് എപ്പോഴാ? ഈ ഉയർന്നു നിൽക്കുന്ന കരം കുഴയുന്നത് ഈ ഉയർന്നു നിൽക്കുന്ന കൈയുടെ വേദനയും ബുദ്ധിമുട്ടെല്ലാം ഒരു അനുഭവമായി മാറുമ്പോഴേ കൈ കുഴയുള്ളൂ. എപ്പോഴാ സ്വരം പോകുന്നത്? സ്വരമുയർത്തി സ്വരമുയർത്തി ആ ഉയർത്തിയ സ്വരം ഒരനുഭവമായി മാറുമ്പോഴാണ് സ്വരം പോകുന്നത്. മുട്ടുകുത്തി മുട്ടുകുത്തി മുട്ടി പൊട്ടുമ്പോഴേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. എപ്പോഴാണ് പൊട്ടുന്നത്? ഈ മുട്ടുകുത്തുന്നത് മുട്ടുകുത്തി മുട്ടുകുത്തി മുട്ടുകുത്തുന്നത് ഒരു അനുഭവമായി മാറണം. അപ്പോഴാണ് മുട്ട് പൊട്ടുന്നത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമായി മാറണം. അനുഭവമായി മാറിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. ഒത്തിരി സഹിക്കുന്നുണ്ട് പക്ഷെ വില കിട്ടുന്നില്ല. ഒത്തിരി സഹിക്കുന്നുണ്ട് പക്ഷേ അനുഭവമാകുന്നില്ല. സഹിച്ച് സഹിച്ച് സഹനം ഒരു അനുഭവമായി മാറണം. സഹനം ഒരു അനുഭവമായി മാറിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. ഒത്തിരി കരയുന്നുണ്ട് പക്ഷേ കണ്ണീരൊഴുകുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുകിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. സഹിച്ച് സഹിച്ച് സഹനം ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ സഹനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മച്ചി എന്നോടൊന്ന് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ അച്ഛന് സഹനത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടു. പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും യേശു ക്രിസ്തു 33 വർഷമല്ലേ അച്ഛാ സഹിച്ചുള്ളൂ. യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതലായിട്ട് സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരമ്മച്ചിയാണ് ഞാൻ. യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരമ്മച്ചിയോ? എനിക്ക് അമ്മച്ചിയുടെ സഹനത്തെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമായി. അപ്പം എന്താ അമ്മച്ചി പറഞ്ഞെന്നറിയാവോ? അമ്മച്ചി പറഞ്ഞത്, അച്ഛാ എനിക്ക് വയസ്സ് 73 ഓർമ്മ വെച്ച നാൾ മുതലേ എനിക്ക് സഹനമുള്ളൂ. ഇതുവരെ അത് മാറിയിട്ടില്ല. ഈശോ എന്തെല്ലാം പറഞ്ഞാൽ 31 വർഷം, ഞാൻ അതിൻ്റെ ഇരട്ടിയിലധികമായി 71 വർഷം. എന്താണെന്നറിയാവോ? അമ്മച്ചി സഹിക്കുന്നുണ്ട് പക്ഷേ ഈ സഹിക്കുന്നതിന് ഒരു വില കിട്ടുന്നില്ല. അമ്മച്ചിയുടെ സഹനം അനുഭവമായി മാറുന്നില്ല. എന്താ ഓരോ ദിവസം പറയണേ, ഈശോയെ നീ കാണുന്നില്ലേ നിന്നേക്കാൾ കൂടുതൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അമ്മച്ചിയെ? അമ്മച്ചി സഹിക്കുന്നുണ്ട്, സഹനം അനുഭവമാകുന്നില്ല. സഹനം അനുഭവമാകണമെങ്കിൽ ഈ സഹിക്കാനായിട്ട് കൃപ തന്നവൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കണം. ഞാൻ ഒത്തിരി കൈ ഉയർത്തുന്നുണ്ട് പക്ഷെ കൈ കുഴയുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഉയർത്തുന്ന കൈയുടെ ആ ഉയർത്തൽ ഒരു അനുഭവമാകുന്നില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥന ഒരു അനുഭവമായി മാറുന്നില്ല. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമായി മാറിയെങ്കിലേ അവൻ ഇറങ്ങിയുള്ള ഒരാളാണ് അവൻ്റെ ശൈലി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രാർത്ഥന ഒരു അനുഭവമായി മാറണമെങ്കിൽ
ഞാൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന കർത്താവുമായി ആഴമായൊരു ബന്ധം ഉണ്ടാകണം. ബന്ധം ആഴപ്പെടുമ്പോഴാണ് പ്രാർത്ഥന അനുഭവമായി മാറുന്നത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല, എൻ്റെ പ്രാർത്ഥനയുടെ നീളമല്ല, എൻ്റെ പ്രാർത്ഥനയുടെ സമയമല്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും ആ പ്രാർത്ഥന ആരുമായിട്ട് ബന്ധപ്പെടാനാണോ ഞാൻ ഉപയോഗിക്കുന്നത്, ആ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുന്നുണ്ടോ എന്നതിനാണ് വില. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആഴപ്പെടുന്ന ബന്ധത്തിനേ വില കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എവിടെ കാലതാമസം അനുവദിക്കുന്നു, കാലതാമസം അനുവദിക്കുന്നത് അതിലൂടെ ബന്ധം ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ശരീരത്തിൽ നാളുകളായിട്ട് രോഗമാണ്, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞു, ധ്യാനങ്ങൾ പലത് കൂടി, സുഖപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നെ കർത്താവ് സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല, പരിഗണിക്കാത്തത് കൊണ്ടല്ല, നീ ഏതെങ്കിലും പാപം ചെയ്തതിൻ്റെ തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷയായിട്ടല്ല, നിൻ്റെ മാതാപിതാക്കന്മാരോ പൂർവികരോ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയായിട്ടല്ല, മറിച്ച് ദൈവം അത് അനുവദിക്കുന്നതിലൂടെ ആഴമായ ഒരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോൾ നിന്റെ രോഗം സുഖപ്പെടും, എപ്പോൾ നിന്റെ കഷ്ടത മാറും, എപ്പോൾ നിന്റെ തകർച്ച മാറും, എപ്പോൾ നിന്റെ പരാജയം മാറും. നിന്റെ രോഗം സുഖപ്പെടണമെങ്കിൽ, കഷ്ടത മാറണമെങ്കിൽ, തകർച്ച മാറണമെങ്കിൽ നീ ഈ കഷ്ടതയും രോഗവും തകർച്ചയും എല്ലാം മാറ്റാൻ കഴിവുള്ള കർത്താവുമായിട്ടൊരു ആഴമായൊരു ബന്ധത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ആഴമായൊരു ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് അത്ഭുതം നടക്കുക. ആഴമായൊരു ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് അടയാളങ്ങൾ സംഭവിക്കുക. ആഴമായൊരു ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് നിന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നിനക്ക് തരിക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1 സാമുവേൽ 1-2 അധ്യായങ്ങൾ വായിച്ചാൽ, സാമുവേലിന്റെ 1-ാം പുസ്തകം 1-2 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എൽക്കാന ഹന്ന ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് നീണ്ട നാളുകൾ കഴിഞ്ഞിട്ടും അവർക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തതിനെ ഓർത്ത് ഹന്ന വളരെയധികം ദുഃഖിച്ച്, വേദനിച്ച്, അസ്വസ്ഥപ്പെട്ട്, ആകുലപ്പെട്ട് ഒരു ദിവസം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവള് ഇങ്ങനെ ഒരു നേർച്ച നേർന്നു. 1 സാമുവേൽ 1-ാം അധ്യായം 10, 11, 20. അവൾ നേർന്ന നേർച്ച ഇങ്ങനെയാണ്: നീ എനിക്ക് ഒരു മകനെ തരികയാണെങ്കിൽ ഈ മകനെ അവൻ്റെ ആയുഷ്കാലം മുഴുവനും നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തന്നോളാം. അപ്പം എന്തിനാ അവൾ നേർച്ച നേർന്നത്? കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് അവനെ വേണ്ട, നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോളാം. അപ്പം പിന്നെ എന്തിനാ മകൻ? അവിടെ ഉള്ളിൽ അവൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്കൊരമ്മയായാൽ മതി, മകനെ വേണ്ട, മകനെ നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തന്നോളാം. അങ്ങനെ ഈ നേർച്ചയും കഴിഞ്ഞു അന്ന് വരെ അവൾ ഈ മക്കളില്ലാത്തതിനെ ഓർത്ത് ദുഃഖിച്ച്, നിരാശപ്പെട്ട്, ആകുലപ്പെട്ട്, അസ്വസ്ഥപ്പെട്ടിരുന്ന വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. 1 സാമുവേൽ 1-ാം അധ്യായം 15-ാം വചനം. അവൾ അന്ന് വരെ ഈ കാര്യത്തിലുണ്ടായിരുന്ന അവളുടെ ദുഃഖങ്ങൾ മുഴുവൻ അവൾ ദൈവത്തിന് മുമ്പിൽ പകർത്തി. പിന്നെ ഒരിക്കലും അവൾ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അവളുടെ ദുഃഖങ്ങൾ മുഴുവൻ അവൾ ദൈവത്തിന് മുമ്പിൽ പകർന്നു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏലി പുരോഹിതനെ കണ്ടു. ഏലി പുരോഹിതൻ അവളുടെ ഈ ആഗ്രഹം മനസ്സിലാക്കിയപ്പം അവൾക്കൊരു ആശീർവാദം കൂടെ കൊടുത്ത ആശീർവാദം ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിനക്കൊരു കുഞ്ഞിനെ നൽകി, അടുത്ത വർഷം ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരാൻ നിനക്കിടയാകട്ടെ. ആശീർവാദം സ്വീകരിച്ച് പുറത്തിറങ്ങിയ അവളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. 1 സാമുവേൽ 1-ാം അധ്യായം 18-ാം തിരുവചനം. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല,
പിന്നീട് ഒരിക്കലും അവൾ അതിനെ ഓർത്ത് കരഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും നാള് എന്തിന് കർത്താവ് അനുവദിച്ച കർത്താവുമായി അവൾ ആഴമായൊരു ബന്ധത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ആര് കർത്താവുമായി ആഴമായൊരു ബന്ധത്തിലേക്ക് വരുന്നോ, ആഴമായ ബന്ധത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് അനുഗ്രഹിക്കും. നീ എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, എത്ര കൊന്ത ചെല്ലുന്നു, ഏതെല്ലാം ധ്യാനം കൂടുന്നു, ഈ കണക്കൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെ, നീ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ, നീ ചൊല്ലുന്ന ജപമാലയിലൂടെ നിനക്ക് കർത്താവുമായി ആഴമായ ഒരു ബന്ധം വന്നിട്ടുണ്ടോ? ആഴമായ ബന്ധം വന്നിട്ടുണ്ട് എന്നെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആഴമായ ബന്ധം വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ മുഖത്ത് പിന്നെ ഒരിക്കലും മ്ലാനത ഉണ്ടായേല, ദുഃഖം ഉണ്ടായേല, നിരാശ ഉണ്ടായേല, പരാതി ഉണ്ടായേല, ആകുലത ഉണ്ടായേല, അസ്വസ്ഥത ഉണ്ടായേല, കുറ്റപ്പെടുത്തൽ ഉണ്ടായേല, കളിയാക്കൽ ഉണ്ടായേല. പിന്നെയോ ആ വ്യക്തിയുടെ മുഖം എപ്പോഴും പ്രശോഭിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധം ആഴപ്പെട്ടതാണോ എന്നറിയണമെങ്കിൽ എൻ്റെ മുഖം പ്രകാശിക്കണം. എൻ്റെ അധരത്തിൽ നിന്ന് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യമായാലും, തകർച്ചയായാലും, നഷ്ടമായാലും, പരാജയമായാലും, രോഗമായാലും, സഹനമായാലും, അതിനെ ഒന്നിനെയും ഓർത്ത് ഉള്ളിൽ ദുഃഖം ഉണ്ടായേല, ഉള്ളിൽ നിരാശ ഉണ്ടായേല, ഉള്ളിൽ പരാതി ഉണ്ടായേല, മറ്റുള്ളവരാണ് അതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയല. ആഴമായ ബന്ധം, കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധം, ആ ബന്ധം എപ്പോഴും ആ വ്യക്തിയുടെ മുഖത്ത് കർത്താവിൻ്റെ തേജസ്, കർത്താവിൻ്റെ ചൈതന്യം, കർത്താവിൻ്റെ പ്രഭ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹന്നയുടെ ഉള്ളിൽ നിന്ന് അന്ന് വരെ മക്കളില്ലാത്തതിനെ ഓർത്തുള്ള അവളുടെ ദുഃഖവും, അവളുടെ ഉള്ളിലെ നിരാശയും, ഉള്ളിലെ പരാതിയും മുഴുവൻ മാറി. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല എന്ന് കർത്താവിൻ്റെ വചനം രേഖപ്പെടുത്തിയിട്ട് തുടർന്ന് വചനം പറയുകയാണ്. ഏറെ താമസിയാതെ ഹന്ന ഗർഭിണിയായി. അവൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. സാമുവൽ എന്ന് അവന് പേരിട്ടു. എന്നിട്ട് അവൾ നേർച്ച നേർന്നത് പോലെ ദൈവ ശുശ്രൂഷയ്ക്ക് മുലകൊടി മാറിയപ്പോൾ 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കുഞ്ഞിനെ നൽകിയപ്പോൾ ആ കുഞ്ഞ് നഷ്ടപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് ദൈവത്തിന് ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ഒരു മകനെ നൽകിയപ്പോൾ ആ എൽക്കാന ഹന്ന ദമ്പതികൾക്ക് 1 സാമുവൽ 2-ാം അധ്യായം 21-ാം തിരുവചനം, 1 സാമുവൽ 2-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവലാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ വളർന്നു വന്നു. ഒരു മകനെ കൊടുത്തപ്പോൾ, ഒരു മകനെ കൊടുത്തതിന് എത്ര മക്കളെ കൊടുത്തു? പറയൂ. 3. എത്ര മക്കളെ കൊടുത്തു? ഒരെണ്ണത്തിന് കൊടുത്തപ്പോൾ 5 ഇരട്ടി, 5 എണ്ണത്തിന് കിട്ടി. അപ്പം എന്തിനാ ഇത്രയും കാലതാമസം വരുത്തിയത്? ആഴമായൊരു ബന്ധം. ഈ ആഴമായ ബന്ധത്തിലൂടെ അനുഗ്രഹത്തിന്റെ സമൃദ്ധി കിട്ടി. ആരെ എവിടെ പ്രാർത്ഥനയിൽ, ബലിയർപ്പണത്തിൽ, വിശ്വാസത്തിൽ, വചനവായനയിൽ കർത്താവുമായി ആഴമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു, ആഴമായ ബന്ധത്തിലേ അനുഗ്രഹം കിട്ടുകയുള്ളൂ. നീ എത്ര സമയം, എത്ര ദിവസം പ്രാർത്ഥിച്ചു എന്നല്ല, എത്ര ധ്യാനം കൂടിയെന്നല്ല, കൂടിയ ധ്യാനത്തിലൂടെ, കൂടിയ കൺവെൻഷനിലൂടെ ആഴമായ ഒരു ബന്ധത്തിലേക്ക് വന്നോ. ആഴമായ ബന്ധത്തിലേക്ക് വന്നാൽ ആഴമായ ബന്ധത്തിലേക്ക് വരുന്നത് ഓരോന്നും അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. 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 Hallelujah. Hallelujah. വിശുദ്ധ കുർബാനയിൽ, ആരാധനയിൽ, ജപമാലയിൽ, ഭക്താഭ്യാസത്തിൽ ആഴമായ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതിനെയെല്ലാം ആരാധനയായി കൊടുക്കണം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 ആഴമായ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ അനുവദിക്കുന്നതിനെല്ലാം ആരാധനയായി കൊടുക്കണം. അനുവദിക്കുന്നതിനെല്ലാം ആരാധനയായി കൊടുത്താൽ ആരാധനയായി കൊടുക്കുന്നിടത്ത് അനുഗ്രഹമുണ്ടാകും. Praise the Lord. Praise the Lord. ബന്ധനമഴിയും, കെട്ടുകൾ അഴിയും, ആരാധനയെങ്കിൽ രോഗം മാറും, ക്ഷീണം മാറും. ആരാധനയെങ്കിൽ നീ നിന്റെ ജീവിതത്തിലെ തകർച്ചകളും നഷ്ടങ്ങളും പരാജയങ്ങളും കഷ്ടതകളും മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആരാധനയായി കൊടുത്താൽ ആരാധനയായി കൊടുക്കുന്നതിലെല്ലാം അനുഗ്രഹം ഉണ്ടാവും. എനിക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതിനെ ഞാൻ ആരാധനയായി കൊടുക്കണം.